ഞാൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല, ഭരണഘടനാ വിരുദ്ധമായി ചെയ്തിട്ടില്ല. ഞങ്ങൾ ബ്രേക്കപ്പായി, ശരിയായി, ഞങ്ങൾക്കിടയിൽ ആ കുട്ടി കാര്യമായിരുന്നു എന്നെന്താ പറയാത്തത്? ഇതാ ഈ ആൺകൂട്ടം ഉണ്ടല്ലോ, ഈ ആൺകൂട്ടം, ഇയാളുടെ പിന്തുണക്കാരായ ആൺകൂട്ടം അവരെ കൊത്തി വലിക്കുകയാണ്. അഭിസാരികമായ നാടകത്തിന് കൂട്ടുനിൽക്കരുത്. ഇയാൾ വ്യക്തത വരുത്താത്തത് കൊണ്ട്, രാഹുലെ, ഇയാൾ വ്യക്തത വരുത്താത്തത് കൊണ്ട് ഈ ആൺകൂട്ടം, ഇയാളുടെ പിന്തുണക്കാരായ കൂട്ടം അഭിസാരിക എന്ന് വിളിച്ച് ആ സ്ത്രീയെ അധിക്ഷേപിക്കുകയാണ്. ആര് പറഞ്ഞില്ല? ഞാൻ നൂറുകണക്കിന് സ്ക്രീൻഷോട്ട്സ് തരാം. ഒരാളൊന്നുമല്ല, ഇയാൾ ഈ മാന്യദേഹം വ്യക്തത വരുത്താത്തത് കൊണ്ട്, ഈ മാന്യദേഹം എന്താ ഈ മാന്യദേഹം അഡ്മിറ്റ് ചെയ്യാത്ത? രാഹുലെ, എന്റെ പ്രണയമായിരുന്നു, എന്റെ ശബ്ദമാണ് എന്ന് അഡ്മിറ്റ് ചെയ്യാത്ത എന്താ ചെയ്യാത്ത? എനിക്ക് ഒരു മിനിറ്റ് തരണേ. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് വ്യക്തിപരമായ യാതൊരു സൗഹാർദ്ദവും ഇല്ല, ആലങ്കാരികമായി പറയുന്നതല്ല. ഞാൻ കൊണ്ടുവന്ന പുരുഷ കമ്മീഷൻ എന്ന ബില്ല്, എൽദോസ് കൊണ്ടുവന്ന ബില്ലിനെ എതിർക്കുകയും വരാതിരിക്കുകയും ചെയ്യുന്ന പ്രധാന കാരണക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഞങ്ങൾ തമ്മിൽ എന്നും ആശയപരമായ വ്യത്യാസമാണ്. എന്നെ വിഷമാണ്, നോർത്ത് ഇന്ത്യയിൽ അർണബ് ഗോസ്വാമിയും കേരളത്തിൽ വിഷവുമാണെന്ന് വിളിക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വിവരം പോരാന്ന് വിളിക്കുന്ന ആളാണ് ഞാൻ, അത് വേറെ. പക്ഷേ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യങ്ങളും പ്രണയവും പ്രണയത്തകർച്ചയും ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കരുത് എന്ന ധാർമ്മിക ബോധം എനിക്കുണ്ട്. ഇനി ഒറ്റ ചോദ്യം ചോദിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ 10 ഇരട്ടി വലിയ നേതാവല്ലേ വി ഡി സതീശൻ? 10 ഇരട്ടി വലിയ നേതാവല്ലേ ശ്രീ രമേശ് ചെന്നിത്തല? എന്തുകൊണ്ടാണ് ഗ്രൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് കിട്ടുന്നത്?